ആശമാർ നടത്തുന്ന സമരത്തിന്റെ രാഷ്ട്രീയം നോക്കാതെ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിഷയം സബ്മിഷനായി ഉന്നയിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി സബ്മിഷന് മറുപടി പറഞ്ഞ മന്ത്രി എം.പി. രാജേഷ് സമരത്തിൽ പങ്കെടുക്കുന്നവർ നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളമുണ്ടായി. സഭയ്ക്ക് പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമരം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് വിഷയം സബ്മിഷനായി സഭയിൽ ഉന്നയിച്ചത്. സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ ഡൽഹിയിൽ കാണാഞ്ഞതിന്റെ കാര്യം അറിയില്ല, വിഷയം വിവാദമാക്കാൻ ഇല്ലെന്നും പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിൽ നിന്ന് അവർക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് നമ്മുടെ എംപിമാർ ശ്രമിക്കുന്നുണ്ട്. ഗവൺമെന്റ് കൂടി അക്കാര്യത്തിൽ ശ്രമിച്ച് ഈ വിഷയം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു നല്ല ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഇടത് സർക്കാർ വർദ്ധിപ്പിച്ച വേതനത്തിന്റെ കണക്കുകൾ നിരത്തിയായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം.പി. രാജേഷ് സഭയിൽ സബ്മിഷന് മറുപടി നൽകിയത്. ജീവനക്കാരായി ആശമാരെ മാറ്റി മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് മാർഗനിർദ്ദേശത്തിൽ മാറ്റം വരുത്താത്തതെന്നും മന്ത്രി എം.പി. രാജേഷ് കേന്ദ്രത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. എന്തൊരു വഞ്ചനയാണ് കേന്ദ്ര സർക്കാർ ഇവരോട് കാണിച്ചിട്ടുള്ളത് എന്നത് യുനാനിമസ് ആയി ശുപാർശ ചെയ്തത് ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം എന്നതാണ്. സംസ്ഥാനങ്ങൾ ബി.ജെ.പിയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും നിരന്തരമായി കേന്ദ്രത്തോട് ഇൻസെന്റീവ് കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു കമ്മിറ്റ്മെന്റും നൽകാൻ കേന്ദ്രം തയ്യാറല്ല. കൊടുക്കുന്നത് 1800 ആ 1800 നിന്നൊരു പൈസ വർദ്ധിപ്പിക്കാൻ തയ്യാറല്ലാത്ത കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിഷേധവും ഈ സമരത്തിലില്ല എന്നത് തന്നെ നിങ്ങൾ കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ തയ്യാറാകാത്ത ആശമാർ കേന്ദ്ര സർക്കാരിനോട് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷം ആശമാർക്കൊപ്പമാണെന്ന നിലപാട് വീണ്ടും വി.ഡി. സതീശൻ വ്യക്തമാക്കി. തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിപ്പോയി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.